പരുന്തിപ്പാറ പോണേലും ഒരു തെറ്റില്ലല്ലോ. അങ്ങനെ ഒരു പരുന്തിപ്പാറകൾ പോകാൻ മതിയോ. ഇവിടെ ഫുള്ള് നമ്മളെ കാട്ടിൽ എന്ന് പറഞ്ഞ വെള്ളം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയി കുടിക്കുന്നതിന് ഒരു വിഷയമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ചോദിച്ചും കണ്ടിട്ട് കുടിക്കുന്ന ഏറ്റവും ബെറ്റർ. മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടുള്ള യാത്രയിലാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് സൈഡിൽ പൈമരത്തോട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ പോകാത്ത രണ്ട് കാര്യം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതിലൊക്കെ പോകുമ്പോൾ പുതിയ വഴി ഇഷ്ടംപോലെ ഈ ബസ്സുകൾ ഇരിക്കണം. ആരെയും ചെയ്യുന്നില്ല. നമ്മൾ ഇല്ലാതെ പോയി അവരും അതേപോലെ ഇല്ലാതെ പോയിക്കോളും. ഫുള്ളും കയറ്റമാണ് കേട്ടോ. ഈ പാറയോട് പോകുന്ന റോഡ് മൊത്തം റോഡാണ്. നിലവിൽ ഇത്രയും നേരം പോയി എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ റോഡ് ഇതാണ്. നിലവിൽ കുറച്ചുകൂടെ നീറ്റാണ് റോഡ്. നമുക്ക് സാധാരണ ഒരു ഓഫ് റോഡ് ഫീലൊന്നും വരുന്നില്ല. കാരണം അത്രയ്ക്ക് ഫാൽക്കൺ റോക്സ് അതാണ് ഇംഗ്ലീഷ് എഴുതിയത്. പരുന്തുംപാറയിൽ എത്തിയിട്ടുണ്ട്. ബൈക്കിന് ഫീസില്ല. കാറിനും മറ്റുള്ള വലിയ ഹെവി ബൈക്കിനൊക്കെ ഫീസുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യും. അങ്ങോട്ട് പോകാം. തൊട്ടപ്പുറത്ത് യഥാർത്ഥ വ്യൂ അവിടെയാണ് പരുന്തുംപാറയുടെ. ഇത്രയും മനോഹരമായ സ്ഥലത്താണല്ലോ ഈശ്വര വരാതിരുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ആ ബാക്ക്ഗ്രൗണ്ട് സീനറി എങ്ങനെയാണെന്ന്. പക്ഷേ ടോപ്പിലാണ് പരുന്തുംപാറ വരുന്നത്. ഇനിയൊരു ചെറിയൊരു റൗണ്ട്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പരുന്തുംപാറ എത്താം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെക്ക് പോയിന്റ് കഴിഞ്ഞാണ് എത്തിയത്. ഇവിടെ നമുക്ക് എൻട്രി ഒന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ എൻട്രി ഒന്നും ഇല്ല എന്ന്. പക്ഷേ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതെനിക്കൊന്നും ഈ റോഡേ പോയതാണെന്ന് അറിയത്തില്ല. വണ്ടികളൊക്കെ കുറവായിരുന്നു. പക്ഷേ കിഡിലെ റോഡാണെന്ന് വേണം പറയാം. കാരണം എനിക്കിഷ്ടപ്പെട്ട ആ സീനറിയാണ്. ബാക്ക്ഗ്രൗണ്ട് സീനറിയും ആ ഒരു കാഴ്ചകളും. ചില ആൾക്കാർ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചില സൈഡിലൊക്കെ വണ്ടികളൊക്കെ ഒതുക്കി ഇട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ. പക്ഷേ ഇത്രയും നല്ലൊരു വ്യൂ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ട് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാനിത് ഇത്രയും നല്ലൊരു വ്യൂ ഞാൻ അപ്പം എനിക്കത് അറിയാൻ പറ്റില്ല. ഞാൻ നല്ല വെയിലത്താണ് വന്നത്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വെയിൽ കുറഞ്ഞൊരു സമയം വൈകിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് വലിയൊരു വെയിലിൻ്റെ ഒരു ഫീലില്ല അന്ന്. പക്ഷേ കടകളൊക്കെ എല്ലാം പൂട്ടിയിരുന്നു. തിരക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ തിരക്ക് അത്യാവശ്യം കടകളൊക്കെ തുറന്നിരിക്കുമെന്ന് തോന്നുന്നു. ഇത് സൺഡേസും കൂടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കടകളൊക്കെ ചെറിയ കടകൾ തുറന്നിട്ടുള്ളൂ. ഇടയ്ക്ക് മുറയ്ക്ക് ഓരോ കടകൾ തുറന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇനി വെയിലില്ലാത്തടങ്ങി പാർക്ക് ചെയ്യാം. കയറി വരുമ്പോഴാണെങ്കിൽ അത്യാവശ്യം സഞ്ചാരികളൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മുറയ്ക്ക് ഓരോ കാറുകളൊക്കെ വന്നതുകൊണ്ട് അവരൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും താഴ്ഭാഗത്താണ് നിൽക്കുന്നത്. ടൂറിസ്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. തിരക്കെന്ന് വെച്ചാൽ ഇത്രയും തിരക്കില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്രയും തിരക്ക് കുറഞ്ഞൊരു അന്തരീക്ഷം വന്നത് തന്നെ. തിരിഞ്ഞ് താഴോട്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കുകളാണ്. ഇവിടെ ജീപ്പുണ്ട് കേട്ടോ. നമുക്ക് ജീപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ എവിടെയും കൊണ്ട് കയറാം. എനിക്കറിയത്തില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആണ് 100 രൂപ എന്താണെന്നൊരു ഫോട്ടോയ്ക്ക്. അതും കുഴപ്പമില്ല. അവരെ ക്യാമറ എടുക്കുമ്പോൾ കുറച്ചൊരു പെർഫെക്ഷൻ കിട്ടും. പക്ഷെ ഞാനത് എടുത്തില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ കാഴ്ചകൾ മെയിനായിട്ട് നമുക്ക് ആവശ്യം.
സമയമില്ല. ചുറ്റുള്ള വ്യൂ ഒരു രക്ഷ. ഇപ്പം എന്താണ് പരുന്തും പറന്ന് പേര് വന്നതെന്ന് ഒരു പിടിയില്ല. കാര്യം വേറെ എന്തെങ്കിലും പ്രത്യേകതയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട കുറച്ച് ഫാമിലി കുറേ നേരം കൊണ്ടേ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിളിച്ചിട്ട് പോകുന്നതുമില്ല, അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. മോനെ പരുന്തും പാറയിൽ ഒന്നും കാണാനില്ല. പക്ഷെ എന്തൊക്കെയോ കാണാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു 3 മാസം മുമ്പ് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ ഈ സ്ഥലത്ത്. നമ്മൾ ഇത്രയും നേരം ഓടി വന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പോൾ സമയം ഒരുപാടായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ട്രിവാൻഡ്രം പിടിക്കണം. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ കണ്ടു. നമുക്ക് കഴിഞ്ഞാൽ നീ എസ്കേപ്പ് ആയി. കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. പരുന്തുംപാറയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, വലുതായിട്ടൊന്നുമില്ല. കുറച്ച് തണുത്ത കാറ്റും അതൊക്കെ തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ.